എൻ്റെ പേര് ബാവ തേഞ്ഞിപ്പലം. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പൊതുവെ ഈ നവമാധ്യമങ്ങളിൽ ഇപ്പോൾ നവയുക്തിവാദികൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ വന്നിട്ട് വിശ്വാസികളുടെ അതിനിഷ്ഠൂരമായിട്ട് യാതൊരുവിധ മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ അവരെ പൊതുവെ ഈ യുക്തിവാദികളെ വിശ്വാസികളെക്കുറിച്ച് അവർ ഇരകളാണ്, തലമുറകളായിട്ട് വന്ന ഒരു വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ ഇരകളാണ് എന്ന് പറയുമ്പോഴും അവരെ ആ ഇരകളാണെന്നുള്ള ഇരയോട് കൂട്ടേണ്ട സഹാനുഭൂതി പോലും കാണിക്കാതെ വളരെ മോശമായിട്ട് പരിഹസിക്കുന്ന അല്ലെങ്കിൽ നിഷ്ഠൂരമായി ആക്രമിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും മറ്റും നവമാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണ്. അവരോട് കുറച്ചും കൂടി ഒരു സഹാനുഭൂതി, വിശ്വാസികളോട് കുറച്ചുകൂടി ഒരു സഹാനുഭൂതി കാട്ടേണ്ടതില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ യുക്തിവാദികളായ ആളുകൾ എല്ലാത്തിനെയും വിമർശിക്കുന്ന രീതിയിൽ, ഇപ്പോൾ ഗാന്ധിയെ വിമർശിക്കുന്ന യുക്തിവാദികൾ, മുഖ്യധാരയിലുള്ള എല്ലാവരും അംഗീകരിക്കുന്നതിനെ എതിർ ദിശയിൽ മാത്രം സഞ്ചരിക്കുന്ന രീതിയിലാണ് പല യുക്തിവാദികളും കണ്ടത്. അതൊരു ജനിതകമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജന്മനാ കിട്ടിയത് കൊണ്ടാണോ, അതല്ല അതുകൊണ്ടാണോ ഇവർ യുക്തിയിലേക്ക് ചിന്തിക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ രണ്ട് ചോദ്യമാണ്. അതിലെന്തെങ്കിലും എൻ്റെ ചോദ്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം. ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന അറിവ് വന്നു പോയാൽ സ്വാഭാവികമായി വരുന്ന ഒരു കാര്യമാണ് ദേഷ്യം വരും. അങ്ങനെയല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്ക് യുക്തിവാദികളോട് കരുണയോട് പെരുമാറാൻ പറ്റുമോ എന്ന് നോക്കുന്നതായിരിക്കും എളുപ്പം. ഞാനൊരു മഹാമോശമാണെന്ന് എല്ലാവരും എല്ലാ ദിവസവും എഴുതുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതിന് മറുപടി ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് യോഗ്യതയില്ലെന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാനാണ് ഈ കേരളത്തിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധനെന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പം ഞാനെപ്പോഴും പറയും, മീനെ പിടിക്കുമ്പോൾ മാത്രമാണ് അത് കുത്തുന്നത്. എന്നെ പിടിക്കാൻ നോക്കുമ്പോൾ മാത്രമാണ് ഞാൻ കോതറിയിട്ടുള്ളത്. അല്ലാതെ ഇത്രയും നാളായിട്ട് ആരെയെങ്കിലും ഓടിച്ചിട്ട് ഉപദ്രവിക്കുകയോ ആർക്കെങ്കിലും എതിരായിട്ട് പറയുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന പണിയൊന്നുമല്ല. സമമായി പെരുമാറുമ്പോൾ അത് ധിക്കാരമായി കാണുന്ന, ധിക്കാരം തന്നെ നല്ല ബുദ്ധിയുള്ളവനെയാണ്, ധീയുള്ളവനെയാണ് ധികാരി എന്ന് പറയുന്നത്. ബുദ്ധിയുള്ളവരെ പോലെ പെരുമാറുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ തെറ്റാണെന്ന് പറയുമൊന്നുമല്ല. പക്ഷെ നമ്മളും നമ്മുടെ അറിവിൻ്റെ വിക്ടിംസായി പോകാൻ പറ്റും. നമുക്കൊക്കെ വരും. ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മൾ കുട്ടിയെ വളർത്തുന്ന സമയത്ത് ദേഷ്യപ്പെട്ടു പോകത്തില്ലേ? പറഞ്ഞതുപോലെ ചെയ്യുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ല ദേഷ്യം വരും. അതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും വരും. അത് പ്രത്യേകിച്ച് യുക്തിവാദികൾക്ക് മാത്രമുള്ള കാര്യമല്ലോ ആണ്. വീട്ടിലൊക്കെ ഉള്ളവരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ പെരുമാറുന്നത്. അതുകൊണ്ട് അങ്ങനെ കാണാം. നമ്മളും അതിലൊന്നും മോചിച്ചവരൊന്നുമല്ല. നമുക്ക് അറിവുണ്ടെന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ നല്ല ക്ഷോഭിക്കുകയൊക്കെ ചെയ്യും. പറഞ്ഞാൽ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജനാധിപത്യമൊക്കെ നമ്മളെല്ലാവരും മറന്നു പോകും. അങ്ങനെയൊക്കെയുള്ളൊരു മൂച്ചുണ്ട്, അതൊക്കെ കാണാം. പിന്നുള്ളത് ഈ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ഈ പഴയ മൂല്യബോധത്തിൻ്റെ സ്ഥലമാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട്. കരുണ, അനുകമ്പ, ദയ, ഇത്തരത്തിലുള്ള മൂല്യങ്ങളില്ലേ? ഈ മൂല്യങ്ങൾ മേപ്പോട്ടൊഴുകുമോ? നമ്മളിപ്പോൾ ദയയോടെ ബുദ്ധനോട് പെരുമാറണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുഴഞ്ഞു പോകും. അതെല്ലാം കീഴ്പോട്ടാണ്. നല്ല മൂല്യമല്ലേ? നമ്മുടെ അറിവിലെ നല്ല മൂല്യമാണ്. പക്ഷേ അതെല്ലാം കീഴ്പോട്ടാണ്. അനുഗ്രഹമൊക്കെ താഴോട്ടാണ്. അപ്പം ഇങ്ങനൊരു ഈ മെയിൻ സ്ട്രീം എന്ന് നമ്മൾ പറയുന്നതിൽ 90% ഈ കീഴ്പോട്ട് ഒഴുക്കുന്ന ആൾക്കാരുടെ ലോകമാണ്. നമ്മളിത് ഇങ്ങനെ സൈഡിലോട്ട് ഒഴുകണമെന്നുള്ളത് ഈ പറയുന്നു. അതുകൊണ്ട് മെയിൻ സ്ട്രീമിലിരിക്കുന്ന എല്ലാവരെയും വിമർശിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് സ്വല്പം കരുണയോടെ ചെയ്യരുതോ എന്ന് ചോദിക്കുകയാണ്. കാണും, നമുക്ക് കരുണ വേണം. നമ്മളെല്ലാം വിക്ടിംസാണ്. ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പീഡിപ്പിക്കുന്നവരായിപ്പോകും. അതുകൊണ്ട് അത് നമ്മളങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു ഇവോൾവ് ചെയ്യുന്ന പലതരത്തിലുള്ള അറിവുകളും ഒക്കെ കൊണ്ട് മാറുന്ന ഒരു ജീവിയും കൂടാണ്.
ഈ കാർ ഓടിക്കുമ്പോൾ ദേഷ്യം വരത്തില്ലേ? മുന്നേ പോകുന്നവൻ അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോണടിക്കും, വേണമെങ്കിൽ ഒരു ഇടിവരെ കൊടുക്കും. റോഡ് റേജ് ഉണ്ടാകുന്നവരാണ്. നല്ല ദേഷ്യം വരും. ഇതൊക്കെ നമ്മൾ ശരിയായിരിക്കുന്നു എന്ന് ബോധിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് വരുന്നവർ, അതിനെയാണ് ധാർമ്മിക രോഷം നമ്മൾ പറയുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ദേഷ്യമാണ്. ഗുരുക്കന്മാർക്ക് ധാർമ്മിക രോഷമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ദേഷ്യക്കാർ, ഭയങ്കര ദേഷ്യമാണ്. പക്ഷേ ഗുരുക്കന്മാർക്ക് ധാർമ്മിക രോഷമാണ്. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ധാർമ്മിക രോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാം നല്ലതാകാനും മക്കളെല്ലാം നല്ലതാകാനും ഞാൻ തല്ലിയതല്ലേ, നിങ്ങളങ്ങ് പൊറുക്കരുതോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലുള്ള പ്രശ്നമുണ്ട് ഇതിനകത്ത്. അപ്പം നമുക്കിങ്ങനെ പരസ്പരം മറ്റവർ ചെയ്യുന്നത് പോലെ ചെയ്യരുതെന്ന് പറയുമ്പോൾ തന്നെയും നമുക്ക് കാണണം, ഇതുപോലൊക്കെ തന്നെ പല സമയങ്ങളിൽ പെരുമാറുന്നവർ തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ കുറച്ച് വിട്ടുവീഴ്ചയോടൊക്കെ അവരോടും പറയാം. പാവം യുക്തിവാദികളല്ലേ, എന്തായാലും ആറ്റം ബോംബൊന്നും ഉണ്ടാക്കി ആരുടെയും തലയിൽ ഇടുന്നില്ലല്ലോ. അവരെ അങ്ങനെ പാവം എന്ന് വിളിച്ചാൽ